അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ജോണും ഇങ്ങോട്ട് കേറി വാടാ, ഇങ്ങോട്ട് കേറി നിൽക്ക്. അടിച്ചിട്ട് ഞാനല്ലേ, ഇങ്ങോട്ട് വാ. നടക്ക് നടക്ക്. അയ്യോ യവന്മാരിവിടെ. കർത്താവേ, കഴിഞ്ഞു. എന്താ കാര്യം? സർ, സംശയാസ്പദമായി ഹോട്ടലിൽ നിന്ന് പിടികൂടിയതാ. ഇയാൾ ഈ കുട്ടിയുടെ സഹോദരനാന്ന് പറയുന്നു. ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നും. ഇവിടെ ആരാ ഈ കുട്ടിയുടെ ഹസ്ബൻഡ്? പറയും, ആരാ നിന്റെ ഹസ്ബൻഡ്? എന്നെ പറയരുതേ. ഓ, രാഹുലിന്റെ വൈഫാണല്ലേ? ഓ സോറി സർ, ഞാനെങ്കിലും അത് പറയേണ്ടതായിരുന്നു. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ മുകുന്ദൻ ബായാണ് സാർ. എപ്പോഴാച്ചാലും ഇതൊക്കെ അങ്ങനെ പറയണ്ട എന്റെ മുകുന്ദേട്ടാ. അതെ, ഇന്നൊറ്റ ദിവസത്തേക്ക് ചേട്ടായി പാവം. കണ്ടാൽ മെന്റലാണെന്ന് പറയില്ല. എന്താ? ഒന്നുമില്ല. പാവം ചേച്ചി, ഞങ്ങൾ ഇത്ര നേരം ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഹോട്ടലിൽ എത്തിയെന്നാ പറഞ്ഞേ? മാനസിക വിഭ്രാന്തിയല്ലേ, ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങി ഒറ്റ ഓട്ടമാ. ഇതാരാ? ഞാൻ ഈ കുട്ടിയുടെ ബ്രദറാ. എന്ന് വെച്ചാൽ മിസ്റ്റർ മുകുന്ദൻ ഡാളിയൻ. വന്നേ. സഹോദരനാണ് പോലും സഹോദരൻ. ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി അളിയാ. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. എനിക്കറിയാം, എനിക്ക് വട്ടാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. വല്ല ഗസ്റ്റ് ഹൗസിലോ ഹോട്ടലിലോ ഒക്കെ ചെന്ന് കേറും. സാർ പറയണം, എവിടെ വെച്ച് കണ്ടാലും എന്നെ പോലീസ് പിടിക്കരുതെന്ന്. ഞാൻ വേണ്ട ചെയ്യാൻ കുട്ടി. സർ, ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുക. കമ്മീഷണറോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സർ, സർ, ഇയാളന്ന് ലോഡ്ജിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മോളെ രക്ഷപ്പെടുത്താൻ. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ സ്റ്റോറിയാണോ? ഓ, അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പോണ വഴിക്ക് എന്നെ ഒന്ന് മുക്കിൽ ഇറക്കി വെക്കോ സാർ. വാ അളിയാ, എന്നാ പിന്നെ എന്റെ ഭാര്യ ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഓടിപ്പോവും, പിടിച്ചോണേ. ശരിയാക്കി തരടാ. ഇടയ്ക്ക് ഓടും, അതാ. എന്താ? നിന്റെ എന്റെ 16 അടിയന്തരം കണ്ടിട്ടേ നീ പോവുള്ളൂല്ലേ? ഒരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോ വരാൻ പറഞ്ഞു, വന്നു. പിന്നെ ആദ്യം നിങ്ങൾ എന്നെ പിടിച്ച് ജോണിന്റെ ഭാര്യയാക്കി. ഇപ്പതോ രാഹുൽ എന്നെ പിടിച്ച് നിങ്ങളുടെ ഭാര്യയാക്കി. അതായത് ഒരേ സമയത്ത് രണ്ടാളുടെ ഭാര്യ. പിന്നെ അതായപ്പോ മെന്റൽ പേഷ്യന്റും. ഇതിനൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ചൂടാവണ്ടേ? രണ്ടെണ്ണം തരാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ അവളെ എന്റെ ഭാര്യ കൊല്ലടാ, കൊടുക്കടാ. അയ്യോ, ഞാനോ? അടിക്കടാ. അല്ല ചേട്ടാ, ഞാൻ 6 വർഷങ്ങൾക്ക് മുൻപ് ചേട്ടാ അറിയാതെ പറ്റിയതാ. ആറ് വർഷങ്ങൾക്ക് മുൻപേ നീ തന്നെ എന്നോട് ചെയ്യണോടാ. അയ്യോ, എല്ലാത്തിനും കാരണം ഇവനാ. ആ സെറീനയുടെ വീട്ടിലേക്ക് ഇവനെ കൊണ്ട് പോകണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ. അപ്പൊ ചേട്ടായുടെ ഒടുക്കത്തൊരു സെന്റിമെന്റ്സ് അനുഭവിച്ചോ? ആ ഡയാന ഉണ്ടല്ലോ, ഇപ്പൊ ചേട്ടായുടെ കൂടി ഭാര്യ. ഞാനൊന്ന് പറയട്ടെ. ബായിക്കൊരു പ്രശ്നം വന്നപ്പോൾ ബായി ഡയാനയെ ഇവന്റെ ഭാര്യയാക്കി, ഇല്ലേ? അപ്പൊ ഇവനൊരു പ്രശ്നം വരുമ്പോൾ ബായല്ലേ അവളുടെ ഭർത്താവേണ്ടത്, അല്ലാതെ ഞാനാണോ? ആണോ? ചേട്ടായി മാത്രം. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. നീ നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകൊടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരടി. അതായിരുന്നു എന്റെ ഒരു രീതി. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ടെന്ന്. സത്യമായിട്ടും ഞാൻ ക്ലീൻ ആയി. ക്ലീൻ ആയപ്പോ ഞങ്ങളൊക്കെ അങ്ങ് മോശമായി. അതിന് ഞാനൊരു മാർഗം പറഞ്ഞു. ഇനി വല്ലതും മിണ്ടിയ കൊന്നുകളയും തന്നെ. അതെ. അയ്യോ, കൃഷ്ണേന്ദു ചേച്ചി. അളിയാ, എന്നെ കൃഷ്ണേന്ദു ചേച്ചി. കൃഷ്ണേന്ദു ചേച്ചി എവിടെ? ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എന്തേ? എടാ, നീ വിഷമിക്കരുത്, കരയരുത്. എനിക്കറിയാം നിനക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തോണ്ട് 3 കൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കാണല്ലേ. നിന്റെ വിഷമത്തിൽ ഞാൻ പങ്കുചേരാടാ.
ഒഴി എനിക്കൂടെ ഒരു സാധനം. ഇതെന്നത്? ഗ്ലാസ് എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും. എപ്പോഴാ ദുഃഖം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒഴിയുടെ നീ എവിടെ ശകലം ഒഴി. ഇല്ല. മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. ഈ ജോണിന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകണത് എന്റെ കണ്ണുകൊണ്ട് കണ്ടളിയാ. അത് മറ്റേ കേസിന്. ഇച്ചിച്ച് കേസ്. സത്യം ഹോട്ടലിലെത്താൻ ഞാൻ വൈകിപ്പോയടാ. ഇല്ലായിരുന്നെങ്കിൽ എന്നെ രമണിയും കൂടെ പോലീസ് പൊക്കിക്കൊണ്ട് പോയെന്നെ. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. നിനക്കറിയോ, കഴിഞ്ഞ 13 വർഷമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനോട് ഞാൻ ചോദിച്ചു എന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുമോ എന്ന്. ഓൺ ദ സ്പോട്ടിൽ ആ നായിന്റെ മോൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു കളഞ്ഞടേ. അമ്മയുടെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് ചതിക്കും. വാ നമുക്ക് വെള്ളം അടിക്കാം. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഡേ, നീ ഇവിടുന്ന് പോയേ. അത് ശരി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ഞെട്ടലും വിഷമമൊന്നും ഇല്ലല്ലോ അളിയാ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്നാൽ ഇവന്റെ ഭാര്യയെ പോലീസ് പിടിച്ചോണ്ട് പോയ വിവരം ഞാൻ നേരെ കൃഷ്ണേന്ദു ചേച്ചി അറിയിക്കാം. എന്നിട്ട് ഈ ചൂടുള്ള വാർത്ത എന്റെ തീപ്പന്തൽ പത്രത്തിൽ ചേട്ടത്തിയോട് പറയരുത്, തന്നെ വൃത്തിയായിട്ട പത്രത്തിൽ കൊടുക്കുകയും ചെയ്യരുത്. 1000 രൂപ കൊണ്ടുപോയി സന്തോഷിക്കുക കേട്ടോ. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. ഇന്നത്തെ എന്റെ ദുഃഖം തീരാൻ ഇത് ധാരാളം. പക്ഷെ എനിക്ക് നാളെയും ദുഃഖം വരൂടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ ചേട്ടാ ഇവിടെ ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടായിരുന്നാ മതി. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശ്വര എന്റെ ഇതുപോലുള്ള ദുഃഖം ഒരിക്കലും തീരല്ലേ ഭഗവാനീ. ചേട്ടായി ബ്ലാക്ക് മെയിലിംഗും തുടങ്ങി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ, ഞാനൊരു ഐഡിയ പറഞ്ഞു. ചേട്ടാ ഉണ്ടായിരിക്കാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിന്റെ കല്യാണം എങ്ങനെ നടത്താന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. 1 മിനിറ്റ്.